എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് പഴുങ്ങിഞ്ഞ് കുടിക്കാമെന്ന്. ചൂട് കൊണ്ട് വയ്യ, ചോറ് വേണ്ട, വെള്ളം കുടിച്ച് മനുഷ്യരുടെ കച്ചവടം കഴിയും. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നലെ രാത്രിയിലെ ചോറിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നു. ഞാനത് എടുത്തുകൊണ്ട് വന്നു. ഇന്നലത്തേതായെല്ലാം ഇന്ന് നമ്മളിപ്പം ചോറ് മാത്രം വെച്ചിട്ട് റൈസ് കുക്കറിൽ വെച്ചേക്കും. അത് ചൂടാക്കിയിട്ടില്ല. അതിനി 2 തലയും കൂടെ തിളപ്പിച്ച് വാർത്തിട്ട് വൈകിട്ടത്തേക്കുള്ള. അപ്പം നമുക്ക് ഉച്ചയ്ക്ക് പഴുങ്ങിഞ്ഞ് കുടിച്ചാലോ. അപ്പോൾ എൻ്റെ പഴുങ്ങിഞ്ഞ് അതേണ്ട ഇരിക്കുന്നതൊക്കെ കണ്ടോ. ഞാൻ വെള്ളത്തിൽ പഴുങ്ങിഞ്ഞ് അത് ഇട്ടിട്ടുണ്ട്. പിന്നാണെങ്കിൽ പുളിശ്ശേരിയുണ്ട്, പിന്നെ പാവയ്ക്ക മെഴുക്ക് വരട്ടി, പിന്നെ ഇന്നലത്തെ നമ്മൾ വെച്ച മീൻ ചട്ടിയുണ്ട്. അപ്പോൾ ആ മീൻ ചട്ടിക്കകത്തൊരു കുറച്ചേ ഉള്ളൂ. അപ്പം നമ്മൾ വിചാരിച്ചു ഇന്ന് ഇതൊക്കെ കൂട്ടിയൊന്ന് കഴിച്ചാലോ. അപ്പം ആദ്യം നമ്മുടെ ചോറിനകത്തോട്ട് നമുക്ക് പഴുങ്ങിഞ്ഞിക്കകത്തോട്ട് നമുക്ക് ഇച്ചിരി പുളിശ്ശേരി ഒഴിക്കാം. കടച്ചക്ക പുളിശ്ശേരി. അപ്പം നമ്മൾ പുളിശ്ശേരി ഒഴിച്ച് ഒന്ന് കഴിയിട്ട് തന്നെ ഒന്ന് കുഴച്ച്, ഇനി നമ്മുടെ പാവയ്ക്ക ഇരിപ്പുണ്ട്, നമ്മുടെ മീനിൻ്റെ ചട്ടി കണ്ടോ, മീൻ ചട്ടി ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് ആവശ്യത്തിന് പുളിശ്ശേരി ഒഴിക്കാം. അപ്പം നമുക്കൊന്ന് കുടിച്ചാലോ, അങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഇത് നല്ലതാണ്, നമുക്കൊന്ന് കുടിക്കാം. നല്ല അടിപൊളി. നമ്മളെ പുളിശ്ശേരിയൊക്കെ ഒഴിച്ച് അങ്ങോട്ട് കുടിച്ചിട്ട് നല്ല ടേസ്റ്റാണ്. ഞാൻ ഇച്ചിരി കൂടെ ഒഴിച്ചു പുളിശ്ശേരി. അപ്പോൾ ഇന്ന് നമ്മൾ പഴുങ്ങിഞ്ഞയാണ് കഴിക്കുന്നത് ഉച്ചയ്ക്ക്. നല്ല സൂപ്പർ, നല്ല നാട്ടരിയാണ്. അപ്പം ഞാൻ കഴിക്കുക, നിങ്ങളെ ഒന്നുകൂടെ കാണിക്കാം കണ്ടോ. അപ്പം ഞാൻ കഴിക്കട്ടെ, നിങ്ങളെല്ലാം ഉച്ചയ്ക്ക് കഴിക്കാം. ഇങ്ങനെയൊന്ന് കഴിച്ച് നോക്കിയേ. നമുക്ക് ചോറും കഴിക്കാനാണെങ്കിൽ തോന്നത്തില്ല, പക്ഷേ നമുക്ക് ഇതാകുമ്പോൾ കഴിക്കാൻ തോന്നും. അപ്പം ഞാൻ കഴിക്കുക. ഓക്കേ, നിങ്ങളെല്ലാവരും കഴിക്കുക.